അപ്പൊ ഇത് എങ്ങനെ വൈറലായി, എന്തുകൊണ്ട് വൈറലായി എന്നുള്ളതൊക്കെ ഈ വീഡിയോ ഈ ഒരു ചെടിച്ചട്ടിയുമായി ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ആകെ ഒരു അതെ, നമ്മളെ വൈറലായ ചെടിച്ചട്ടി ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട എന്നെ യൂട്യൂബിൽ രക്ഷപ്പെടുത്തിയ ഈ ഒരു ചെടിച്ചട്ടി. അതായത് ഒരു ദിവസം കൊണ്ട് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് പോയ ഒരു വീഡിയോ ആയിരുന്നു ഈ ഒരു ചെടിച്ചട്ടിയുടെ വീഡിയോ. എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കി തന്ന ഒരു വീഡിയോയും ഇപ്പോഴും ഏണിങ്സ് ഉണ്ടാക്കി തരുന്ന എനിക്ക് ഏണിങ്സ് ഉണ്ടാക്കി തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എന്തുകൊണ്ട് വൈറലായി, എങ്ങനെ വൈറലായി, അതിന്റെ ഒരു വിശേഷങ്ങളും അതുപോലെ അതിന്റെ ബാക്കിയുള്ള രഹസ്യങ്ങളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനോട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് എന്തായാലും വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെടിച്ചട്ടിയാണ് ഞാൻ അന്ന് ചെയ്ത. ഏകദേശം 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടും ഈ ചെടിച്ചട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും അതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് ഈ ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി. വെച്ചാൽ ഇത് മഴയും കൊണ്ടുണ്ട്, വെയിലും കൊണ്ടും എല്ലാം കൊണ്ടുണ്ട്, എന്നിട്ട് ഈ ചെടിച്ചട്ടിക്ക് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പൊ അത്രയും സ്ട്രോങ് ആണ്, അത്രയും റിസൾട്ട് ആണ് ഈ ചെടിച്ചട്ടി കേട്ടോ. അപ്പൊ ഇത് എന്തുകൊണ്ട് വൈറലായി, എങ്ങനെ വൈറലായി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചെടിച്ചട്ടി, അതായത് ഈ ചെടിച്ചട്ടി ഇത് മാത്രമല്ല, 3 മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും വൈറൽ ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ആയിട്ടുള്ള കാരണം ഇതിന്റെ മേക്കിംഗ് രീതി തന്നെയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. അതായത് ഇതിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സാധാരണ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്, അതായത് സാധാരണ ചെടിച്ചട്ടി ഉണ്ടാക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 24 hours, അതായത് 24 മണിക്കൂർ വേണം. അതായത് ഒരു പ്ലാസ്റ്റിക് ചെടിച്ചട്ടി, അതിൻ്റെ അകത്ത് വേറെ ചെടിച്ചട്ടി ഇറക്കി വെച്ചിട്ട് പിന്നെ സിമന്റ് കലക്കി ഒഴിച്ച് അങ്ങനെ അത് വെയിറ്റ് ചെയ്യണം. 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അത് ചുടുവെള്ളമൊക്കെ ഒഴിച്ച് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് പ്രയാസം. ചിലപ്പോൾ അത് കിട്ടും, ചിലപ്പോൾ കിട്ടില്ലെന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ ആ ടൈം തന്നെ പോകും, ക്യാഷും പോകും. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സംഭവമല്ല ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. എനിക്ക് ആവശ്യം അത് 24 മണിക്കൂർ കൊണ്ട് ഒരു ചെടിച്ചട്ടി ഉപയോഗിച്ചിട്ട് എത്ര ചെടിച്ചട്ടി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത് മാത്രമല്ല, നമുക്ക് അതിന്റെ ഔട്ട്പുട്ടും കാണണം. നമ്മൾ മറ്റേത് ചെടിച്ചട്ടി സിമെന്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റാക്കി പിന്നെ അത് 24 hours കഴിഞ്ഞാലുള്ളൂ നമുക്കത് ഈ രൂപത്തിൽ തന്നെ വന്നോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അതല്ല വേണ്ടത്, എനിക്ക് അതിന്റെ ഔട്ട്പുട്ട് അപ്പം തന്നെ, അതായത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ കാണണം. പിന്നെ മാത്രമല്ല, ഒരുപാടെണ്ണം നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേണം, എന്നാലുള്ളൂ നമുക്കതൊരു കാര്യമുള്ളൂ. മറ്റേ നമ്മൾ ഈ 24 hours ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു ചെടിച്ചട്ടി പിന്നെ 10 ദിവസം കൊണ്ട് 10 ചെടിച്ചട്ടി അങ്ങനെ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. പക്ഷേ ഒരുപാട് സെർച്ച് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. പിന്നെയാണ് വീണ്ടും സെർച്ച് ചെയ്തപ്പോൾ ഒരു ഹിന്ദിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട്, അവർ വെച്ചാൽ അവർ വീട്ടിലുണ്ടാക്കുന്ന പരിപാടി ഒന്നുമല്ല, ഫാക്ടറിയാണ്, അതായത് ഇതിന്റെ പ്രൊഡക്ഷനാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നുമില്ല, അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണത്. അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, സംഭവം സക്സസ് ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഒരു യൂട്യൂബ് ചാനലുണ്ട്, അധികം സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ വ്യൂസേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, ക്യാമറ ഉണ്ട്, അതുപോലെ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയാം. കാരണം ഞാൻ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറാണ്, എൻ്റെ പ്രൊഫഷൻ ഇതല്ല. അപ്പൊ എന്ത് ചെയ്യും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചെടിച്ചട്ടി, അതുപോലെ ചെടികൾ. അപ്പൊ എനിക്ക് ഒരു വർക്ക് കഴിഞ്ഞ് വന്നാൽ അതിന്റെ അഡ്വാൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ പോവാ ചെടി വാങ്ങാനും, അതുപോലെ നല്ല വെറൈറ്റി പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ വാങ്ങിക്കൊണ്ടിരും, എന്നിട്ട് അതിന്റെ മോഡൽ ഞാൻ തന്നെ ഉണ്ടാക്കും. അപ്പൊ അതൊക്കെയായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഉണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തു. പക്ഷെ ആ സമയത്തൊന്നും അധികം പേരൊന്നും കണ്ടിട്ടില്ല, ആകെ ഒരു 422 അങ്ങനെ എന്തോ ഒരു വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അതും നമ്മളെ ഫ്രണ്ട്സിലൊക്കെ ഞാൻ ഷെയർ ചെയ്യും, അതുകൊണ്ട് കാണുന്ന. അപ്പൊ ഇതൊന്നും പബ്ലിക്കിൽ എത്തിയിട്ടില്ല. 6 മാസമായിട്ടും ആ വീഡിയോ അങ്ങനെ കിടക്കാം. പക്ഷെ ഇതെങ്ങനെ വൈറലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വന്നിട്ടുണ്ടായി. ഏറ്റവും പെയിൻഫുൾ ആയി കടന്നു പോയുള്ള ഒരു അവസ്ഥയാണ്, ഒരു വൈറസാണ്. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ അകപ്പെട്ടു പോയി, ഒറ്റപ്പെട്ടു പോയി, അതായത് വീട്ടിൽ ലോക്ക്ഡൗൺ ആയിപ്പോയി. ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഒരു വരുമാനം വേണം. അപ്പൊ അന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ ചെടിച്ചട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കാരണം ചില വൈറലാവാനുള്ള കാരണം, ഏറ്റവും കാരണം വെച്ചാൽ ഇത് ആളുകൾ, അതായത് ഒരു ദിവസം കൊണ്ട് നമുക്ക് എത്ര ചെടിച്ചട്ടി വേണമെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഒരു 3 ദിവസം വെച്ചിട്ട് നമുക്ക് എത്ര ചെടിച്ചട്ടി ഉണ്ടാക്കാം. അത് നല്ല രീതിയിൽ നമുക്ക് വിറ്റൊഴിവാക്കാൻ പറ്റും. ഈ സമയത്ത് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കണം, മാത്രമല്ല ഒരു വരുമാനം ഇല്ലാതെ അങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യണം എന്നറിയാൻ ഇരിക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ വീഡിയോ, അതായത് ഞാനൊരു ദിവസം അന്ന് തലേദിവസം ഞാൻ ആ വീഡിയോ നോക്കിയാണ്. അപ്പൊ അന്നും എന്നെ 400 സംതിങ് വ്യൂസേ കാണുന്നുള്ളൂ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഉറങ്ങി എണീറ്റ് വെറുതെ ഫോൺ നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ചാനൽ കയറി നോക്കുമ്പോൾ 400 വ്യൂസുള്ള സാധനം 2000, 4000 അങ്ങനെ കടന്നു പോകുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എനിക്ക് മനസ്സിലായത് നമ്മളെ മേക്ക് രീതി തന്നെയാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള മേക്ക് രീതി തന്നെയാണ്. കാരണം വെച്ചാൽ ആളുകൾക്ക് ഉപകാരം വെച്ചാൽ ഒരു ദിവസം കൂടെ നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര സിമെന്റോ അല്ലെങ്കിൽ അതിന്റെ മിക്സിങ് കാര്യങ്ങളുണ്ടോ, അപ്പൊ അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇത് 10 20 വാങ്ങിക്കേണ്ട കാര്യമില്ല, ഒറ്റ ഒന്നുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ 10 ഇത് വാങ്ങണം, 10 ഉണ്ടാക്കണം, ഒരു ദിവസം 10 ഉണ്ടാക്കുന്നുണ്ട്, 10 വാങ്ങിക്കണം.
അതിന്റെ കാര്യമില്ല, ഇത് മാത്രം മതി. അതായത് ഏത് മോഡലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വെച്ചാൽ ആ ഒരു ചെടിച്ചട്ടി പ്ലാസ്റ്റിക്കിന്റെ മാത്രം മതി. അതുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിറ്റേ ദിവസം അത് ഉണങ്ങി അത് ഫിനിഷ് ചെയ്ത് പെയിന്റ് അടിച്ച് നമുക്കത് വിൽക്കാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്കൊരു 5 ദിവസം ഒരാഴ്ചക്ക് വെച്ച് നമുക്ക് എത്ര ചെടിച്ചട്ടി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ വൈറലാകാൻ കാരണം വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് വാട്സപ്പിലൂടെ അയച്ചു തന്നു. അതുപോലെ അത് വിൽക്കുന്ന ഒരു കാര്യങ്ങൾ, അതുപോലെ അത് നല്ല എന്താ പറയാ, അതുപോലെ ചെറിയ ബിസിനസ് ആക്കി മാറ്റിയ ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ എന്താ പറയാ ഹാപ്പിയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം വെച്ചാല് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആളുകൾക്ക് ഉപകാരമാകുന്ന സാധനങ്ങൾ, ആളുകൾക്ക് ഉപകാരമാകുന്ന എന്തെങ്കിലും കണ്ടന്റ് ആണെങ്കിലും വൈറലാവുന്നുള്ളത് ഈ വീഡിയോ തെളിവാണ്. കാരണം വെച്ചാൽ അത് ഉപകാരപ്പെട്ടതിന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഉപകാരമായിട്ടുണ്ട്. കാരണം ഒരു ദിവസം കൊണ്ട് പല ആളുകളും ചെടിച്ചട്ടി യൂട്യൂബിൽ ഉണ്ടാക്കുന്നത് 24 മണിക്കൂർ കൊണ്ട് പിന്നെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം, അതിന്റെ ഡിഫറൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ആരും എന്ത് ചെയ്യില്ല, ഈ ഒരു സംഭവം ഒരു ദിവസം കൊണ്ട് എത്ര ഉണ്ടാക്കിയെടുക്കാന്നുള്ള രൂപത്തിൽ ചെയ്യില്ല. പിന്നെ അങ്ങോട്ട് എന്താ പറയുക, ഒരുപാട് പേര് പിന്നെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു വൈറൽ എന്താ പറയാ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ, അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാലും, ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അപ്പൊ പരാജയപ്പെട്ടിരിക്കുകയാണ്, അപ്പൊ വ്യൂസ് ഒന്നും കാര്യം, കാരണം ചടച്ചു പോകും. ചില ഒരു 6 മാസമൊക്കെ ആയി. പക്ഷെ വെച്ചാൽ നമ്മൾ വീഡിയോ കഷ്ടപ്പെട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, പിന്നെ അപ്ലോഡ് ചെയ്യുന്നു, പക്ഷെ ആരും കാണാനും ഇല്ല, വ്യൂസും ഇല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചടച്ചു പോകും, സത്യമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആളുകൾക്ക് ഉപകാരമാവുന്ന സാധനം ഓൾറെഡി ചെയ്തിടുക. ഒരു ദിവസം അത് കത്തും. എന്റേത് കത്തിയ പോലെ ഒരു ദിവസം അത് കത്തായിരിക്കില്ല. അങ്ങനെ ഉപകാരമുള്ള സാധനമാണെന്ന് ഒരു ദിവസം എന്തായാലും കത്തും. ആ ഒരു വീഡിയോ മതി നിങ്ങളെ ചാനൽ രക്ഷപ്പെടാനായിട്ട്. ചില മാസങ്ങൾ എടുക്കും, ചിലപ്പോൾ ഒരു വർഷം എടുക്കും. അപ്പൊ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. മറ്റേത് എന്താ വെച്ചാൽ നമ്മുടെ ചിന്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഒരു 2-3 വീഡിയോസ് ചെയ്ത്, പക്ഷെ വ്യൂസ് ഒന്നുമില്ല, പിന്നെ ഇനി ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒരു മൈൻഡിൽ കൊണ്ടുവരണ്ട. തുടക്കത്തിൽ ആദ്യം വന്ന് ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ ആദ്യം വന്ന് ഒരു ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് ലൈഫ് അങ്ങനൊന്നും വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് എന്ത് ചെയ്യുക, നല്ലൊരു കണ്ടന്റ് ആവുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ പെട്ടുപോയെന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാല് ഇതെന്റെ പ്രൊഫഷൻ അല്ല ഈ ചെടി. അന്ന് എനിക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, വീട്ടിൽ വെച്ചിട്ടാണോ അതോ ഫാക്ടറി ഒക്കെ ഉണ്ടോ, അതോ അങ്ങനെയൊക്കെ ഷോപ്പ്. ഞാൻ ഈ പറയുന്നു, എനിക്ക് ഇതൊക്കെ ഒരു ബന്ധമില്ല. കാരണം എൻ്റെ ഒരു പിന്നെ ജീവിതമാർഗം, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നതല്ല, ഫോട്ടോഗ്രാഫിയാണ്, വീഡിയോഗ്രാഫിയാണ്. അതായത് സ്റ്റുഡിയോ ആണ് എൻ്റെ മെയിൻ. ഒരു വെഡിങ് ഫോട്ടോഗ്രാഫറാണ് ഞാൻ. അപ്പൊ എന്റെ ഇഷ്ടം കൊണ്ട് ചെയ്തു പോകുന്ന സംഭവങ്ങളാണ്. അതായത് എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ അതിന്റെ സീക്രട്ട്, അതായത് ഇപ്പൊ നമ്മൾ ചെടിച്ചട്ടി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഇപ്പൊ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് അതിനെ എന്താ പറയാ ചെയ്യാനായിട്ട്, അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിന്റെ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താ നോക്കും, കഷ്ടപ്പെടാതെ ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ആയിട്ട് എങ്ങനെയൊക്കെ അത് ചെയ്തെടുക്കാം, അതിന്റെ സീക്രട്ട് എന്താണ്, അപ്പൊ അതിന് മോൾഡ് ഉണ്ടാക്കുക, അപ്പൊ അത് എത്ര ഉണ്ടാക്കാൻ പറ്റും, അത് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറ്. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഒരു സിലിക്കോൺ, അതായത് സിലിക്കോൺ വെച്ചിട്ട് നമുക്ക് പല സാധനത്തിന് എന്ത് ഷേപ്പ് ആണെങ്കിലും, ഇപ്പൊ ഇതിന്റെ തന്നെ ആണെങ്കിലും നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, മോൾഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോകളാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കോപ്പി, അങ്ങനെ തന്നെ പറയാം, കോപ്പി പേസ്റ്റ്. അത് നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു 5 മിനിറ്റ് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം, റിസ്ക് എടുക്കാൻ പാടില്ല, ഒരുപാട് ക്യാഷ് ചിലവാൻ പാടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോസ്, അങ്ങനത്തെ ഒക്കെ ഒരു കണ്ടന്റ് ആണ് എനിക്ക് താല്പര്യം കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, പെട്ടുപോയി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എന്റെ പ്രൊഫഷൻ അല്ലാത്തതുകൊണ്ട് എനിക്കിത് കൂടുതൽ, അതായത് ഇപ്പോൾ ചെടിച്ചട്ടി ഞാൻ അന്ന് കുറച്ച് ചെയ്തു, പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ ചെടിച്ചട്ടി നമുക്ക് പോവാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്ളോഗ് ചെയ്യാം, ആ രീതിയിലോട്ട് ഞാൻ പോയിട്ടില്ല. കാരണം ഇത് പ്രൊഫഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടികൾ ആഗ്രഹമുണ്ട്, അതുപോലെ അതിന്റെ മേക്ക് രീതികൾ, അങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഇത് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് 7000 ചില്ലം സബ്സ്ക്രൈബേഴ്സും ഈ ചെടിച്ചട്ടിയുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളാണ്. അപ്പൊ അവരെ നിരാശപ്പെടുത്താനും പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയാ ഏത് രീതിയിലുള്ള ചെടിച്ചട്ടികളൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസ് ആണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യണം. എന്ന് എനിക്ക് അതൊരു കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അധികം ചെടിച്ചട്ടി ഒന്നും ചെയ്യാണ്ടിരുന്നത്. ചെയ്തിട്ടുണ്ട്, അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ പ്രൊഫഷൻ ഇതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്. അപ്പൊ ഇനി ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പല ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ പല ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മേക്കിങ്ങും അതിന്റെ ഒരു ഐഡിയാസും എങ്ങനെയൊക്കെയാന്നുള്ളത് കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഈ വൈറലായ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് പോയിട്ടൊന്ന് കാണാം, എന്നിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.
ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഏത് രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.